ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ റോബോട്ടിനെ പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ പെട്ടി വന്ന ഉടനെ തുറന്നിട്ടുള്ളൊരു ഇതാണ് കാണിച്ചത്. ഇതാണ് അതിൻ്റെ രണ്ട് സ്വിച്ച്. ഒരു സ്വിച്ച് മേലത്തെ ഒരു ഹോമിൽക്ക് അതിൻ്റെ ചാർജിങ് പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിട്ടുള്ളതും, പിന്നെ സ്റ്റാർട്ടും പോസുള്ളത്. പിന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇതതുപോലെ അതിൻ്റെ ഡസ്റ്റ് കളക്ട് ചെയ്യണം. പിന്നെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ബ്രഷ് ആണ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ തുറന്നിട്ടാണ് വാട്ടർ ടാങ്കിൽ വെള്ളം നിറക്കുക. അപ്പോൾ ഇതിൽ നിറയെ പൊടി ഇരിക്കുക. ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തുറന്നു കഴിഞ്ഞാൽ പൊടി കാണാം. അത് എത്രമാത്രം പൊടി ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ അടിച്ചു വാരിയ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പൊടി ഇതിൽ കിട്ടും കേട്ടോ. ഇത്രയുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ ഇനി അത് അങ്ങോട്ട് തന്നെ ഇൻസെർട്ട് ചെയ്യണം. ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, വേറെ ക്ലിപ്പോ കാര്യമൊന്നുമില്ല. ജസ്റ്റ് വെച്ച് കൊടുക്കാം, അതേപോലെ എടുക്കുകയും ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ്. ആ ഒരു ഇതിൽ കണ്ടൊരു ബ്ലേഡാണ്. അപ്പോൾ അടിയിലുള്ള നമ്മളുടെ ഈ ഒരു ചക്രം ഇതാണ് അങ്ങനെ തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണത്. ഇതൊക്കെ ജസ്റ്റ് വെച്ച് കൊടുക്കാൻ, നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളതാണ്. അതിനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്. ഒന്ന് ടിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇതാണ് അതിൻ്റെ മേൽഭാഗം. ഞാൻ തിരിച്ചിട്ടിട്ട് കാണിച്ചതാണ്. എങ്ങനെയും വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ചാർജിങ് പോയിൻ്റ്. അപ്പോൾ ഇതിൽക്കത് താനെ കയറി വരും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വാങ്ങിയ ഉടനെ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പ് തന്നെ എല്ലാ കാര്യങ്ങളും, മാപ്പിങ്ങും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും. അത് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് തുടക്കുന്ന, അല്ലെങ്കിൽ ഇത് പൊടി പിടിക്കാനൊക്കെ ഒരുപാട് മോഡുകളൊക്കെ ഉണ്ട്. നോർമൽ മതിയെങ്കിൽ അങ്ങനെ, അല്ല കൂടുതൽ ഒന്നും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ സ്ഥലം മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ മാത്രം പോയിട്ട് പൊടി എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. തുടച്ചിട്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. പിന്നെ ഓരോരോ റൂമായിട്ട് അത് മാപ്പ് ചെയ്യുമ്പോഴത്തേന് റൂമായിട്ട് അതിങ്ങനെ നമ്പർ ഇട്ടിട്ട് വരും. നമുക്ക് പിന്നെ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഓളായിട്ട് ചെയ്തിട്ട് വരും. അല്ല എങ്കിൽ ഓരോ റൂം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ സമയം ഇത് ചാർജ് കഴിഞ്ഞാൽ തന്നെ പോയിട്ട് പിന്നെ ഡോക്കിൽ കയറിക്കോളും. ഇത് കണ്ടോ, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ട് ചാടാതെ ഇങ്ങനെ അത് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറി പോകും. അപ്പോൾ നമുക്ക് മേലൊക്കെ തുടക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. കോണീൻ്റെ മേലെ നിന്നൊക്കെ ഇങ്ങോട്ട് ചാടി വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ മൂലയിൽ കൂടിയൊക്കെ നന്നായിട്ടാണ് വൃത്തിയാവുന്നില്ല. എന്നാലും നമ്മൾ ഒരു ആഴ്ചയിൽ ചെയ്യുന്ന നമ്മളെ വർക്ക് നമുക്ക് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അത് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും ഇയാളുള്ളത് നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഇങ്ങനെ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യും കേട്ടോ. പിന്നെ മേശൻ്റെ അടിയിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അത് മാക്സിമം പോയി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് തുടക്കം കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ മോപ്പും അവിടെ വെച്ച് കൊടുത്തിട്ട്, മോപ്പ് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ടാങ്കിൽ കുറച്ച് വെള്ളം ആക്കേണ്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ തുടക്കാനായിട്ട് സാധിക്കും. ഇതുണ്ട് ഒരു കസേരൻ്റെ കാലിൻ്റെ ചുറ്റിനും മൂപ്പരിങ്ങനെ നടന്ന് അതിങ്ങനെ വൃത്തിയാക്കി പോകും. വളരെ ഈസി ആയിട്ട് എൻ്റെ വർക്കുകളൊക്കെ ചെയ്യും അത്. പിന്നെ നമുക്ക് ഓരോ ദിവസം പിന്നെ വെച്ച് കൊടുക്കാം. ഡെയിലി ചെയ്തോന്നുള്ള പിന്നെ കമൻറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. പിന്നെ മൂപ്പര് ഓരോ സമയത്തും പറയും വർക്ക് കഴിഞ്ഞ് ഇനി ഡോക്ടർക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ചാർജ് കഴിഞ്ഞ് അപ്പോൾ ഇനി ചാർജിലേക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല യൂസ്ഫുള്ളുമാണ്. നമുക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മോപ്പ്. ഞാൻ പിന്നെ തുടക്കൽ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. ഉണക്കിയിട്ട് എന്നെ അവിടെ പുറത്ത് വെച്ചാൽ മതി വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ കൂടുതലൊക്കെ പറയാം. ഓക്കെ, ബൈ.